ഞാൻ ഡോക്ടർ ശുഭ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഡ്രൈ ഐയെക്കുറിച്ചാണ്. നമ്മുടെ കണ്ണുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് കണ്ണുനീര് ആവശ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം കുറയുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരിൻ്റെ ഗുണനിലവാരം കുറയുകയോ അതുമല്ലെങ്കിൽ കണ്ണുനീര് പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഡ്രൈ ഐ അല്ലെങ്കിൽ കണ്ണുവരൾച്ച എന്നറിയപ്പെടുന്നത്. കണ്ണുവരൾച്ച കാരണം നമുക്ക് കണ്ണുകളിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാം, കണ്ണു വീക്കം അഥവാ കാഴ്ചമങ്ങൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് നമ്മുടെ തുടർച്ചയായുള്ള സ്ക്രീൻ ഉപയോഗം, അതുപോലെ അമിതമായ AC ഉപയോഗം, അതുകൂടാതെ വാർദ്ധക്യം, ആർത്തവ വിരാമ പ്രശ്നങ്ങൾ, തൈറോയിഡ്, പ്രമേഹം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ജോഗ്രൻ സിൻഡ്രോം തുടങ്ങിയ അസുഖങ്ങൾ, വൈറ്റമിൻ A ഡെഫിഷ്യൻസി, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, വായുമലിനീകരണം, കണ്ണുകളിൽ ചെയ്യുന്ന ലാസിക് പോലുള്ള സർജറി, ഇതൊക്കെ ഡ്രൈ ഐ ഉണ്ടാക്കാം. ഇത് ഡ്രൈ ഐയുടെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുവപ്പ് നിറം വരിക, ചൊറിച്ചിൽ വരാം, ബേണിംഗ് സെൻസേഷൻ, കണ്ണിൽ അമിതമായ വെള്ളം വരാം, കാഴ്ചമങ്ങൽ അനുഭവപ്പെടാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈ ഐ ഒരു പരിധി വരെ തടയാൻ പറ്റും. അതായത് ഇപ്പോൾ തുടർച്ചയായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൃത്യമായ ഇടവേളകൾ എടുക്കുക. അതായത് 20-20-20 എന്നൊരു റൂളുണ്ട്. 20 മിനിറ്റ് നേരം നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നാൽ 20 ഫീറ്റ് ഡിസ്റ്റൻസിലേക്ക് 20 സെക്കൻഡ് നേരം നോക്കണം എന്നാണ്. അതുപോലെ തന്നെ ബോധപൂർവം ഓർത്ത് കണ്ണ് ചിമ്മാൻ ശ്രമിക്കുക. പിന്നെ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ 23 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുഖം AC-ക്ക് അഭിമുഖമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലൂബ്രിക്കൻ ഡ്രോപ്സ്, ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രോപ്സ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.